ഹായ് ഓൾ. അപ്പം നമ്മളിപ്പം കാണാൻ പോകുന്നത് ഉച്ചക്കത്തെ എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ട പോലെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ. അതിനിപ്പം കഴിക്കാൻ പോവുകയാണ്. ഒരു 3 മണിയൊക്കെ ആയി കേട്ടോ. ഇവിടുത്തെ ടൈം 3 മണിക്കൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ചോറെടുത്തു, കുത്തരിച്ചോറാണ്. മോര് കറിയുണ്ട്. മോര് കറി ഇച്ചിരി വെള്ളം അധികമില്ലാത്ത രീതിയിലാണ് മോര് കറി ഉണ്ടാക്കിയത്. എനിക്കങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം മോര് കറി എടുത്തു. നല്ല ടേസ്റ്റാണ് അത് കേട്ടോ. പിന്നെ അടുത്ത ഉണ്ടായിരുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ മെഴുക്ക് പുരട്ടി എന്നാണ് പറയുക. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ മിക്കവാറും വാങ്ങിക്കാറുണ്ട് വെണ്ടയ്ക്ക. പണ്ട് എനിക്ക് വെണ്ടയ്ക്കയോട് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ബീട്രൂട്ടും പൊട്ടറ്റോയും കൂടെയുള്ള മെഴുക്ക് പുരട്ടിയാണ്. ആ ഒരു കോമ്പിനേഷൻ കുറേ നാളിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഉണ്ടായിരുന്നത് അയല വറുത്തത്. ചെറിയ അയല ആയതുകൊണ്ട് കറി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് വറുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 പീസ് എടുത്തത്. പിന്നെ ഫ്രിഡ്ജിലേക്ക് പോയി നമ്മുടെ അച്ചാർ കുട്ടനെടുത്തു. അതായത് നമ്മുടെ ഡേറ്റ്സ് അച്ചാറാണ്. ഞാൻ ലാസ്റ്റ് പുറത്ത് പോയി നെസ്റ്റോയിൽ പോയപ്പോൾ വാങ്ങിച്ച ഹാപ്പിയുടെ ഡേറ്റ്സ് അച്ചാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഇത് നാരങ്ങയും ഡേറ്റ്സും കൂടെ ഇടുന്നത് ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതും കുഴപ്പമില്ല. ഞാൻ എന്നും ചോറ് കഴിക്കുമ്പോൾ എടുക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഓഫ് ഡേയിലുള്ള ലഞ്ചാണ്. വിഭവസമൃദ്ധമായ ഫുഡ്, ഡ്യൂട്ടിയുള്ള സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഫുഡ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ രാത്രിയിലത്തെ ഡിന്നറിന് ചോറ് കഴിച്ചില്ല. പേരയ്ക്കായും മാങ്ങയും ഉണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. അതാണ് ഇന്നത്തെ എൻ്റെ ഓഫ് ഡേ ഫുഡ്. താങ്ക് യു. ബൈ.